72 മാർക്കും നൽകിയിരിക്കുന്നത് മദ്യത്തിന് തന്നെയാണ്. എന്നിട്ട് WHO ലോകത്തോട് പറയുന്നു 25% മദ്യം നിങ്ങൾ ഓരോ രാജ്യവും വെട്ടിക്കുറയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അവർ MDMAക്ക് കൊടുത്തിരിക്കുന്നത് അത് കൂടുതലായിട്ടും ഭൗതികവും മാനസികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതിന് 34 പോയിന്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 72 പോയിന്റ് കിട്ടുന്ന മദ്യം അത്ര പ്രധാനമല്ല, അതൊരു വലിയ ലഹരിയൊന്നുമല്ല, അത് ആർക്കും ആകാം എന്ന് പറഞ്ഞു വരുത്തുകയും അതിൽ കുറഞ്ഞ ലഹരിയുള്ള രാസലഹരിയെ തളയ്ക്കേണ്ടതിന് പകരം അതാണ് ഭീകരം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങളല്ലെങ്കിൽ ദയവ് ചെയ്ത് തിരിച്ചറിയാം. ആവശ്യമായ ചാർട്ട് നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. ഈ പറയുന്നത് തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തും. MDMA പ്രോത്സാഹിപ്പിക്കാനല്ല, രാസലഹരിയെ പ്രോത്സാഹിപ്പിക്കാനല്ല. രാസലഹരി അപകടകാരി തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് അത് വിദ്യാർത്ഥികൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ചെറുപ്പത്തിലെ നമ്മുടെ മക്കൾ നഷ്ടപ്പെടുന്ന ഒരു ഭീകരാവസ്ഥ രൂപപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ഇതിനെ തളയ്ക്കേണ്ടത് ആരാണ് എന്നറിയുക. അപ്പം മദ്യത്തെ വലിയ വാതിലിലൂടെ എങ്ങും കടത്തിവിടുകയും അത് സംബന്ധമായിരിക്കുന്ന പലതരത്തിലുള്ള നിയമങ്ങളും അയഞ്ഞ നിയമങ്ങളായി. ഇപ്പൊ ചെക്ക് പോസ്റ്റിൽ ലഹരി പിടിക്കാറില്ലല്ലോ, സ്പിരിറ്റ് പിടിക്കാറില്ലല്ലോ, കേരളത്തിലേക്ക് സ്പിരിറ്റ് വരുന്നില്ല എന്ന് ധരിക്കുന്നവരാണോ നിങ്ങൾ? ഒരുപാട് അയവുകൾ നാട്ടിൽ. പിന്നെ രാവിലെ സഞ്ചിയായിട്ട് ഒരുത്തൻ ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നാട്ടിൽ മദ്യം വിൽക്കുന്നവരാണ് എന്നതിന്റെ സിമ്പലാണ് ആ സഞ്ചി.